ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. വീഴും വഴിയിൽ താഴും ചുഴിയിൽ മിഴി തേടി നിൻ രൂപം. ഇടം വലവും ഇരുൾ പെരുകി ഇല്ല വേറൊരാളെന്നെ വന്നു താങ്ങുവാൻ നാഥ. ഇല്ല വേറൊരാളെന്നെ വന്നു താങ്ങുവാൻ നാഥ. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. സഹിച്ചു മിഴിനീരു തൂകി ഞാൻ. മുള്ളിൽ കുടുങ്ങി തേങ്ങി കരയും ഒരു പാവമാണേ ഞാൻ. എന്നെ തിരക്കി തേടി വരുവാൻ പ്രിയനേശു നീ മാത്രം. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. ഈ ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് അടുത്ത് വരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു ഓർത്ത് സ്തോത്രം ചെയ്യാം. പല ഭവനങ്ങളിലാരും നമ്മെ കൂട്ടിവരുത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്കായി സ്തോത്രം ചെയ്യാം. മരിച്ചവരും ഭവനങ്ങളിലിരിക്കുന്നവരാരും ദൈവത്തെ സ്തുതിക്കാതിരിക്കുമ്പോൾ ജീവനുള്ളവരുടെ ദേശത്ത് ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് നമുക്ക് കൃപയെന്ന് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ ഇടവന്നവർ കർത്താവിൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ വരാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് സാന്നിധ്യത്തോടുകൂടെ നമ്മെ ഇരുത്തേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കടന്നു വന്ന് നന്നായി എന്ന് പറയുവാൻ തക്കണം പരിശുദ്ധാത്മാവിനാൽ എല്ലാവരും ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് വേണ്ടി ഹല്ലേലൂയ വചനത്താലും രക്തത്താലും നമ്മെ കഴിയും വിശുദ്ധീകരിച്ച് ദൈവസന്നിധിയിലെ ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് വന്ന അബ്ബാ പിതാവേ എന്ന് വിളിച്ച് പുത്രത്വത്തിൻ്റെ ആത്മാവിനാൽ നിറയുവാൻ കൊണ്ട് ഇടയാകേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പാടുവാനും പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും എല്ലാം കൃപയേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവൻ്റെ വലിയ ദാസിക്കായി സ്തോത്രം ചെയ്യാം. രാത്രി നമ്മുടെ മധ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ദൈവത്തിൻ്റെ അതിശക്തമായിരിക്കുന്ന വചനം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ കത്തിക്കൊണ്ടിരിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധ കർത്താവേ ഈ മീറ്റിങ്ങിൻ്റെ ഈ ദിവസത്തിനായി സ്തോത്രം. ഈ ആരംഭ ദിവസത്തിൽ തന്നെ കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു. കർത്താവെ ആദ്യം മുതൽ അവസാനം വരെയും അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അലങ്കരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓരോ ഹൃദയത്തോടും അവിടുന്ന് വാദിക്കണമേ. ആവശ്യങ്ങളുമായി കടന്നു വന്നവരും രോഗികളായിട്ടുള്ളവരുണ്ട്.
ഇവിടുത്തെ ശുശ്രൂഷ മുഖാന്തരമായിട്ട് എല്ലാവർക്കും ഒരു വിടുതൽ ലഭിക്കാൻ തക്ക വേണ്ടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും കർത്താവ് എടുക്കണം. സകലവും യേശു കർത്താവിൻ്റെ വലിയൊരു നാമത്തിൽ താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. കഷ്ടതയെല്ലാം തീർന്നിടാറായി, വാഗ്ദത്തങ്ങൾ നിറവേറാറായി. കഷ്ടതയെല്ലാം തീർന്നിടാറായി, വാഗ്ദത്തങ്ങൾ നിറവേറാറായി. കർത്തനേശു വെളിപ്പെടാറായി, അവന്റെ ജനമേ ഉണർന്നിടുക. കർത്തനേശു വെളിപ്പെടാറായി, അവന്റെ ജനമേ ഉണർന്നിടുക. കഷ്ടതയെല്ലാം തീർന്നിടാറായി, വാഗ്ദത്തങ്ങൾ നിറവേറാറായി. ഇന്ന പരിഹാസം വന്നിടും വേളയിൽ നിന്നായിട്ടോനെ നീ മറന്നിടല്ലേ. നിന്ന പരിഹാസം വന്നിടും വേളയിൽ നിന്നായിട്ടോനെ നീ മറന്നിടല്ലേ. നിന്നിച്ചോർക്കാവൻ നൽകും ശിക്ഷയുമാനാളിൽ നിന്നായിട്ടോർക്കോ പ്രതിഫലവും. നിന്നിച്ചോർക്കാവൻ നൽകും ശിക്ഷയുമാനാളിൽ നിന്നായിട്ടോർക്കോ പ്രതിഫലവും. കഷ്ടതയെല്ലാം തീർന്നിടാറാം, വാഗ്ദത്തങ്ങൾ നിറവേറാറായി. കഷ്ടതയെല്ലാം തീർന്നിടാറായി, വാഗ്ദത്തങ്ങൾ നിറവേറാറായി. ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത് നമ്മുടെ അധരങ്ങൾ തുറന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ. നാം നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയത്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം ഇന്നിവിടെ ആയിരിക്കുമ്പോൾ നാം പാടുന്ന പാട്ടുകൾ, നാം ഹല്ലേലൂയ കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരേണ്ടതിന് വേണ്ടി ദൈവഹിതപ്രകാരം നാം പണിയപ്പെടുന്ന ഒരു രാത്രികാലമാക്കി മാറണം. നമ്മുടെ അധരങ്ങൾ തുറന്ന ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ദൈവം, അവൻ നമ്മെ വിളിച്ചു വേർതിരിച്ച് ഇത്രത്തോളം കൊണ്ടുവന്ന് നിലനിർത്തിയ ദൈവം, അവൻ നമ്മെക്കുറിച്ച് ഒന്ന് ആഗ്രഹിക്കുന്നു. അവന് നമ്മെക്കുറിച്ച് ഒരു ഹിതമുണ്ട്, അവന് നമ്മെക്കുറിച്ച് ഒരു ഇഷ്ടമുണ്ട്. അതും പ്രകാരം നാം നമ്മുടെ ജീവിതത്തിലായിത്തീരണം. അത് പ്രകാരമായി തീരുവാൻ വേണ്ടി നമ്മളെ തന്നെ സമർപ്പിച്ച് നാം പാടി ദൈവത്തെ ആരാധിക്കുവാൻ പോവുകയാണ്. നമ്മുടെ ഇഷ്ടമൊന്നും വേണ്ട, ദൈവത്തിൻ്റെ ഇഷ്ടം മതി. ഈ ലോകത്തിലെ ഹല്ലേലൂയ സകല എതിരുകളെയും സകല ശത്രുവിൻ്റെ ദുർഘടങ്ങളെയും ഹല്ലേലൂയ ബന്ധിച്ചപ്പുറം ചെല്ലണമെങ്കിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം നാം ജീവിതം ക്രമീകരിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. നമുക്ക് ദൈവത്തെ പാടി സ്തുതിക്കാം. ഹല്ലേലൂയ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഞാനവനുള്ള കൈയിലിരിക്കയാ, ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഞാനവനുള്ള കൈയിലിരിക്കയാ, ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം
എന്നു മോദമായി എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ ഇഷ്ടം മാത്രം ഇന്ന് രാത്രികാലം പൂർണ്ണമാകട്ടെ. എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് കരങ്ങളെ അടിച്ച് ദൈവത്തെ പാടി ആരാധിക്കുവാൻ പോവുകയാണ്. അവൻ്റെ ഹിതം മാത്രം നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ മതി. നാം ഇന്നായിരിക്കുന്നത് നമ്മുടെ പുണ്യപ്രവൃത്തിയോ നമ്മുടെ യോഗ്യതയോ ഒന്നും കൊണ്ടല്ല. ഹല്ലേലൂയ അവൻ്റെ കൃപ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് നാം ഇന്നിവിടെ ആയിരിക്കുന്നത്. ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ നാം കടന്നു വന്ന സാഹചര്യങ്ങളെല്ലാം നമ്മുടെ യോഗ്യത കൊണ്ടോ നമ്മുടെ ഹല്ലേലൂയ പ്രാപ്തി കൊണ്ടോ നാം കടന്നു വന്നതല്ല. അവൻ്റെ കൃപയാൽ നമ്മെ നടത്തിയതാ. അതിരങ്ങളെ തുടർന്ന് നമ്മെ നടത്തിയ ദൈവത്തെ ഒന്ന് നന്ദി കരേറ്റി അവനെ ഒന്ന് സ്തുതിച്ച് പാടിയാട്ടെ. ഹല്ലേലൂയ. ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർത്തൊന്ന് സ്തുതിച്ചാട്ടെ. ജീവിതത്തിൽ എവിടെയെല്ലാമാണോ നാം പുറകോട്ട് പോയിരുന്നത്, നമ്മുടെ അവിശ്വസ്തത കണക്കിടാതെ വിശ്വസ്തനായി ഹല്ലേലൂയ കർത്താവ് നിന്നുകൊണ്ട് നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഹല്ലേലൂയ ദൈവസന്നിധി നമ്മെ ഒന്ന് സമർപ്പിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് സ്തുതി സ്തോത്രങ്ങൾ ഇന്ന് രാത്രി കാലം ഉയരട്ടെ. സ്തുതിക്കുന്നതും നേരിലുള്ളവർ ഉചിതം. സ്തുതിയിന്മേൽ ഇറങ്ങി വരുന്നത് നമ്മുടെ ദൈവം ഹല്ലേലൂയ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് ഹല്ലേലൂയ കരങ്ങളെ അടിച്ച് നാം ദൈവത്തെ പാടി ആരാധിക്കാൻ പോവുക. അവന്റെ കൃപയൊന്ന് മാത്രമാണ് നാം ഇന്നായിരിക്കുന്നത്. ഹല്ലേലൂയ. കൃപയേറും കർത്താവിനൻ വിശ്വാസം, അതിനാൽ ഹൃദയന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം, കൃപയാൽ മനോഹരമാ. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം, കൃപയാൽ മനോഹരമാ. കൃപയൊന്നാശ്രയം ഹല്ലേലൂയ. കൃപയൊന്നേനാനന്ദമാണ്. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. ബലഹീനതയിൽ നല്ല ബലമേലും മരുഭൂമിയിൽ ആനന്ദ തണലാകും. ഇരുപാതയിൽ അനുദിനമൊളി നൽകും കൃപയോന്നാശ്രയമാ. ഇരുപാതയിൽ അനുദിനമൊളി നൽകും കൃപയോന്നാശ്രയമാ. കൃപയൊന്നാശ്രയം ഹല്ലേലൂയ. കൃപയൊന്നാനന്ദമാ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, ഒരവൈരിയും ബലം അവൻ തകർത്തല്ലോ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്വതഗീതം പാടിടും ഞാൻ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്വതഗീതം പാടിടും ഞാൻ. കൃപയൊന്നാശ്രയം ഹല്ലേലൂയ. കൃപയൊന്നേനാനന്ദമാ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവരെന്നാലും തിരുജീവനെ തന്നവനിനി മേലും കൃപയാൽ നടത്തുമെന്നേ. തിരുജീവനെ തന്നവനിനി മേലും കൃപയാൽ നടത്തുമെന്നേ. കൃപയൊന്നാശ്രയം ഹല്ലേലൂയ. കൃപയൊന്നേനാനന്ദമാ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, ഒരവൈരിയും ബലം അവൻ
ചേർത്തല്ലോ തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ സ്വപ്രഗീതം പാടിടും ഞാൻ തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ സ്വപ്രഗീതം പാടിടും ഞാൻ കൃപ കൃപയൊന്ന് ആശ്രയം ഹാലേലൂയ കൃപ കൃപയൊന്ന് വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലോ വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലോ ആയിരം ആയിരം നാവുകളാ അത് വർണ്ണിപ്പതിനെഴുതോ ആയിരം ആയിരം നാവുകളാ അത് വർണ്ണിപ്പതിനെഴുതോ പതിനായിരത്തിൽ സാധ്യമോ പതിനായിരത്തിങ്കലൊരംശം സാധ്യമോ എന്തതിശയമേ ദൈവത്തിൽ സേവ എത്ര മനോഹരമേ എന്തതിശയമേ ദൈവത്തിൽ സേവ എത്ര മനോഹരമേ ദൈവമേ നവ സ്നേഹമതി പിതാവാക്കു ചിന്തിച്ചറിയാം ദൈവമേ നിന്നവ സ്നേഹമത് ഇതമാർക്കു ചിന്തിച്ചറിയാം എനിക്കാവതില്ലേ അതിനാഴമറ നിഴലേറ്റ ദൂരമത് എനിക്കാവതില്ലേ അതിനാഴമറ നിഴലേറ്റ ദൂരമത് എന്തതിശയമേ ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ എന്തതിശയമേ ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ പാപത്താൽ നിന്നെ തോൽപ്പിച്ചു ഒരു കാലത്തിലും ഭയവാ പാപത്താൽ നിന്നെ തോൽപ്പിച്ചു ഒരു കാലത്തിലും ഭയവാ സ്നേഹമാവിയ നീ എന്നെ സേവിച്ചതോ എന്നെ ആശ്ചര്യമേറിടുന്നേ സ്നേഹമാവിയ നീ എന്നെ സേവിച്ചതോ എന്നെ ആശ്ചര്യമേറിടുന്നേ എന്തതിശയമേ ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ എന്തതിശയമേ ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ ആയിരം ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പതിനെഴുതോ ആയിരം ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പതിനെഴുതോ ആയിരത്തിങ്കലൊരംശം സാധ്യമോ പതിനായിരത്തിങ്കലൊരംശം സാധ്യമോ എന്തതിശയമേ എന്തതിശയമേ ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ ദൈവമേ സ്നേഹമത് ഇതമാർക്കു ചിന്തിച്ചറിയാ ദൈവമേ അവനറിയാമത് ഇതമാർക്കു ചിന്തിച്ചറിയാ എനിക്കാവതില്ലേ വചനമ ഇതേറ്റത ദൂരമ എനിക്കാവതില്ലേ വചനമ ദിശേറ്റത ദൂരമ Thank you.
തുടർന്ന് മങ്ങളുടെ സന്നിധിയിലായിരിക്കുന്ന അനുഗ്രഹത്തിന് കാരണമാക്കണമേ. ചില വിടുതലുകൾ വെളിപ്പെടുവാൻ, ചില വിഷയങ്ങളുടെ മറുപടികൾ എന്ന് വെളിപ്പെടുവാൻ ഇന്ന് രാത്രിയിലെ ശുശ്രൂഷത്തിന് കാരണമായി തീരട്ടെ. വ്യക്തി ജീവിതങ്ങൾ വിടുവിക്കപ്പെടുവാൻ, മാനസാന്തരത്തിലേക്ക് മടങ്ങി വരുവാൻ എന്റെ ദൈവമേ അങ്ങയുടെ ഹിതപ്രകാരം ക്രമീകരിക്കപ്പെടുന്ന രാത്രിയായി ഇന്ന് രാത്രിയെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ ശക്തീകരിക്കണമേ കർത്താവേ. ശക്തമായി കർത്താസ്മാരെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. നമുക്ക് പ്രാർത്ഥിക്കാം. അല്പസമയം കൂടെ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലത്തെ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നാം പ്രാർത്ഥനയോടുകൂടെ ഹല്ലേലൂയ കർത്താവിന്റെ വിലയേറിയ ദാസിയെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി വചനത്തിൻ്റെതായിരിക്കുന്ന വാതിലുകൾ തുറക്കേണ്ടതിന് വേണ്ടി നമ്മുടെ ഹൃദയത്തോടെ സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ പാപത്തെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിപ്പാനായിട്ട് ഹല്ലേലൂയ ഇന്ന് രാത്രി ഹല്ലേലൂയ ഹല്ലേലൂയ ദാസിയെ കരങ്ങളിൽ എടുക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ ദൈവം ഹല്ലേലൂയ ഭൂലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പോയി കർത്താവിന്റെ സാക്ഷ്യം വഹിപ്പാൻ ദാസിയെ തെരഞ്ഞെടുത്തെങ്കിൽ ഈ സ്ഥലത്തും ഈ ദേശത്തും വന്ന് കർത്താവിനെ ഉയർത്തുവാൻ തക്കവണ്ണം കർത്താവ് ഞാൻ ഉയർത്തപ്പെട്ടാൽ എല്ലാവരും ആവശ്യിക്കാമെന്ന് അരുളി ചെയ്ത കർത്താവിന്റെ നാമം ഇവിടെ ഉയരട്ടെ. ഹല്ലേലൂയ. ദൈവജനങ്ങൾ ഒന്നിച്ച് ദൈവത്തെ ഹല്ലേലൂയ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ആർപ്പിടുകയും ചെയ്യുമ്പോൾ ശത്രുവിന്റെ കോട്ടകൾ തകരുന്ന രാത്രിയായി തീരട്ടെ. വിടുതലുണ്ടാകുന്ന രാത്രിയായി തീരട്ടെ. രോഗസൗഖ്യവും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവൃത്തികളും നടക്കുവാൻ രാത്രി ദൈവം പ്രസാദിക്കേണ്ടതിന് വേണ്ടി നമ്മുടെ മീറ്റിങ്ങുകളെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് വയ്ക്കാം. ഇന്ന് നാളെ നടക്കുന്ന മീറ്റിങ്ങില് ഹല്ലേലൂയ ആത്മശക്തിയോടുകൂടെ കടന്നു വരേണ്ടതിന്, അഭിഷേകം പ്രാപിക്കേണ്ടതിന്, വിടുതൽ പ്രാപിക്കേണ്ടതിന്, രോഗസൗഖ്യം പ്രാപിക്കേണ്ടതിന്, കുടുംബങ്ങൾക്ക് ഹല്ലേലൂയ വലിയ വിടുതൽ ഉണ്ടാകേണ്ടതിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് കർത്താവിന്റെ ദാസന്മാരെ എബി മാത്യുവും അതുപോലെ രാജു ജോർജ് മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥനായ കർത്താവേ, ഈ ദിവസത്തിന്റെ ഈ രാത്രി സമയത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ആഴ്ചവട്ടത്തിന്റെ ദിവസം ഇത്രയും പ്രിയപ്പെട്ടവർക്ക് അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുവാനുള്ള ദാഹത്തോടുകൂടെ കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ അല്പസമയങ്ങൾ ചിലവഴിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തന്ന കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞുപോയ ദിവസങ്ങളിലേക്കും മാസങ്ങളിലേക്കും കർത്താവെ, കഴിഞ്ഞുപോയ നിമിഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കർത്താവിൻ്റെ വിശ്വസ്തത, അവിടുത്തെ സ്നേഹം, അവിടുത്തെ നടത്തിപ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും അനുഭവിപ്പാൻ തക്കവണ്ണം കൃപ നൽകിയതിനായിട്ട് നന്ദിയോട് സ്തോത്രം. ഈ ദൈവം എന്നും എന്നേക്കും ഞങ്ങളുടെ ദൈവം, ജീവപര്യന്തം ഞങ്ങളെ വഴി നടത്തുന്ന കർത്താവിനെ ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ രുചിച്ചറിയുവാൻ, അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം അവിടുന്ന് നൽകി തന്ന കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം. കർത്താവേ, ഇന്ന് രാത്രിയില് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ ഇന്നത്തെ രാത്രി ഒരു വിടുതലിന്റെ രാത്രിയായിരിക്കാൻ അനേകരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി, ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവ്, ദൈവത്തിന്റെ ആത്മാവിന്റെ സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ കടന്നു വന്നതുപോലെ അല്ല, അതിലുപരിയായിട്ട് അവിടുന്ന് കടന്നു പോകുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഇരുത്തിക്കൊള്ളണം. ജീവിതത്തിന്റെ നീറുന്ന പ്രശ്നങ്ങളുമായിട്ട്, ഞങ്ങൾ അറിയാത്ത പ്രശ്നങ്ങളുമായിട്ട്, കർത്താവെ, നെടുവീർപ്പുകളുമായിട്ട് കടന്നു വന്നിരിക്കുന്ന ജീവിതങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലത്തിനും പരിഹാരമായിട്ട് എന്റെ കർത്താവിന്റെ വചനം, ജീവന്റെ വചനം, ഇരുവായ്ത്തലയുള്ള വചനം ദൈവത്തിന്റെ ദാസിയിലൂടെ ഞങ്ങൾക്ക് വിളമ്പിത്തരണമേ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സന്ധിമഞ്ചങ്ങളെ തുളച്ചു ചെല്ലുവാൻ മതിയായ ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും പരിശുദ്ധാത്മാവിന്റെ വചനത്തിലും നിന്റെ ദാസിയിലൂടെ ഞങ്ങൾക്ക് വിളമ്പിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആവശ്യങ്ങളെ അറിഞ്ഞ് ഞങ്ങൾ വചനം കേട്ട് കടന്നു പോകുന്നവരായിട്ടല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ അത് ശോധന ചെയ്യുവാൻ, വരും ദിവസങ്ങളിൽ അത് ക്രിയ ചെയ്യുവാൻ, ഇന്നലത്തേക്കാൾ ശകലം കൂടെ, ഇന്നലത്തേക്കാൾ ഉപരിയായി എന്റെ കർത്താവിനെ സ്നേഹിപ്പാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസിയെ കഴിഞ്ഞ നാളുകളില് ബാംഗ്ലൂരിന്റെ പ്രദേശങ്ങളില് പ്രയർ ലൈനിലൂടെ, കോൺഫറൻസുകളിലൂടെ
ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും കടന്നു എന്ന് ദൈവത്തിന്റെ വചനം ശുശ്രൂഷിപ്പാന് അവിടുത്തെ ദാസിയെ അവിടുത്തെ കരങ്ങളിൽ ഈ ദിവസം എടുത്തുപയോഗിക്കുന്നതിനായിട്ട് സ്തോത്രം. ദൈവത്തിന്റെ കൃപയുടെ മറവിൽ നിർത്തിയാട്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങളെ ഇരുത്തിയാട്ട്. കർത്താവേ, ഈ സഭയ്ക്കായിട്ട് സ്തോത്രം. ശുശ്രൂഷിക്കുന്ന ദൈവത്തിന്റെ ദാസനായിട്ട് സ്തോത്രം. ഈ സഭയിലുള്ള എല്ലാ ദൈവമക്കൾക്കായിട്ട് സ്തോത്രം. കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായിട്ട് സ്തോത്രം. നാദാ, സകല മാനവും മഹത്വവും സ്തുതിയും സ്തോത്രവും അങ്ങേക്ക് തരുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ പൊന്നുനാമത്തിൽ അപേക്ഷിക്കുന്ന പിതാവേ, കേൾക്കണമേ. വീണ്ടും പ്രാർത്ഥിക്കാം. തലങ്ങളെ വണക്കാം. ഞങ്ങളെ അളവിടാതെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ധ്യായ വേളയ്ക്കായി വീണ്ടും ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ തിരുനാമത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കർത്താവെ വന്നുകൂടുവാൻ, അവിടുത്തെ കർത്താവെ ഇമ്പമാർന്ന ശബ്ദം ഞങ്ങൾക്ക് കേൾക്കുവാൻ കർത്താവെ വീണ്ടും ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുന്ന് ചെയ്ത സകല ഉപകാരങ്ങൾക്കായി, ദാനങ്ങൾക്കായി, രോഗശാന്തിക്കായി, നല്ല മാതാപിതാക്കന്മാർക്കായി, ദിവസത്തിനായി, ദേശത്തിനായി, ആയുസ്സിനായി, താലന്തുകൾക്കായി കർത്താവെ ഞങ്ങളങ്ങേ മഹത്വപ്പെടുന്നു. കർത്താവെ, ഞങ്ങൾക്കുള്ളതെല്ലാം അവിടുത്തെ ദാനമാണ്. കർത്താവെ, നന്ദിയുള്ളവരായി, വിശ്വസ്തരായി അന്ത്യത്തോളം നിൽപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ നാളുകളിലൊക്കെ ഞങ്ങളെ കേൾപ്പിച്ച വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അത് ക്രിയ ചെയ്യുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വെറുതെ വന്ന് വചനം കേട്ടു പോകുക എന്നുള്ളതല്ല, അതിനപ്പുറം കർത്താവെ ദൈവവചനം ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ, അത് ഞങ്ങളിൽ ക്രിയ ചെയ്യുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ, വചനം പ്രഘോഷിക്കുന്ന അവിടുത്തെ ദാസി അവിടുത്തെ കരങ്ങളിൽ തരുന്നു. ഈ നാളിലുവരെ ഉപയോഗിച്ച കൃപകൾക്കായി സ്തോത്രം കർത്താവേ. കർത്താവെ, ദാസിയുടെ മാനുഷിക ശബ്ദമല്ല ഞങ്ങൾ കേൾക്കുന്നത്, ദൈവശബ്ദം കേൾക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാസ്തവമായി കർത്താവെ, ദൈവശബ്ദം ഞങ്ങളോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികളും ഇന്ന് കർത്താവെ അനുഗ്രഹത്തോടെ മടങ്ങിപ്പോവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, കർത്താവെ ആരാധിപ്പാനൊക്കെ ഞങ്ങളെ സഹായിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. സകലതും അവിടുത്തെ കൃപയാണ്. ഞങ്ങളുടെ മിടുക്കൊന്നും വീഴുവാനായിട്ടില്ല. കർത്താവെ, ഞങ്ങളുടെ കർത്താവെ ആയുസ് നിഴൽ പോലെയാ. കർത്താവെ, ഞങ്ങൾ കർത്താവെ ഒരു ശ്വാസത്തെക്കാൾ ലഘുവ. ഞങ്ങൾ ആരാകുന്നുവെന്ന് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് അറിയാം. കർത്താവിന്റെ കൃപയില്ലാതെ കർത്താവെ ഞങ്ങൾക്ക് ഒരു പടി മുന്നോട്ട് വെക്കാൻ പറ്റത്തില്ല. പൂർണ്ണമായി ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ, കർത്താവെ, ഞങ്ങളുടെ ബുദ്ധി, ഞങ്ങളുടെ ശക്തി, ഞങ്ങളുടെ കഴിവ്, ഞങ്ങളുടെ കർത്താവെ എല്ലാം കർത്താവെ തിരുസന്നിധിയിൽ താഴ്ത്തുന്നു. അങ്ങ് തന്നിട്ടില്ലാതെ ഒന്നും ഞങ്ങൾക്കില്ല. അത് പൂർണ്ണമായി സമ്മതിപ്പിക്കുന്നു. കർത്താവെ, തിരുസന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. കർത്താവെ, അല്പസമയം ഇരിക്കുമ്പോൾ വാസ്തവമായി ഞങ്ങളോട് സംസാരിക്കണമേ. അവിടുന്ന് കൂടെ ഇരിക്കണമേ. അവിടുന്ന് മഹത്വം എടുക്കണമേ. സകലം അങ്ങയുടെ പൊന്നുപുത്രനായ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. എല്ലാവർക്കും വിശിഷ്യ വേദിയിലായിരിക്കുന്ന പാസ്റ്റർ എം ജി ജോൺസൺ, അതുപോലെ സിസ്റ്റർ ലിലിക്കുട്ടി സാമുവൽ, അതുപോലെ സഹോദരന്മാർ, പാസ്റ്റേഴ്സ്, ഇവാഞ്ചലിസ്റ്റ്, എല്ലാവർക്കും കർത്താവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള വന്ദനം, എബ്രോൻ ഗോസ്ബൽ അസംബ്ലിയുടെ നാമത്തിലുള്ള വന്ദനവും അറിയിക്കുന്നു. ഇങ്ങനെ നമുക്ക് കൂടുവാൻ തക്കവണ്ണം ദൈവം ഒരവസരം കൂടെ നമുക്ക് ലഭിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ. കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് ഇങ്ങനെ തിങ്കളും ചൊവ്വായും ഈ മീറ്റിങ്ങിന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അനേക ദൈവദാസന്മാർ ഇവിടെ കടന്നു വരുവാനും വചന ശുശ്രൂഷിപ്പാനുമായിട്ട് ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇത് ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രമാണ് ഈ വീക്ക് ഡേയ്സിൽ ഇത്രയും പേരൊക്കെ വന്നുകൂടുക എന്ന് പറയുന്നത്. എന്നാൽ ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ല. നമുക്ക് താല്പര്യവും വചനത്തോടുള്ള താല്പര്യവും ഈ ദിവസങ്ങളിൽ വർദ്ധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഹല്ലേലൂയ. ഈ നാളുകൾ പോലെ വചനം പോഷിക്കപ്പെടുന്ന വേറൊരു നാളില്ല. നാം കേൾക്കുന്നത് പോലെ, പ്രത്യേകിച്ച് ന്യൂയോർക്കിൽ നമുക്ക് കേൾക്കാനായിട്ടുള്ളത് അവസരം പോലെ ലോകത്തിൽ ഒരു സിറ്റിയിലും ഉണ്ടോ എന്ന് തോന്നുന്നില്ല. അതുപോലെ വചനം ഇങ്ങനെ വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ നല്ല നിലത്ത് വീണ വിത്ത് പോലെ ഹല്ലേലൂയ 30, 60, 100 മേനി വിളയുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഈ സോളിഡ് ഇൻ ആക്ഷൻ സ്റ്റുഡിയോ അതിൽ കൂടെ അവർ എല്ലാ പ്രോഗ്രാമും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എബ്രോൻ ഗോസ്ബൽ അസംബ്ലിയിൽ നിന്ന് ഇട്ട് നോക്കിയാലും പ്രോഗ്രാംസ് കിട്ടും. അതുപോലെ www സോളിഡ് ഇൻ ആക്ഷൻ സ്റ്റുഡിയോ, അതിൽ അനേക ദൈവദാസന്മാരുടെ പ്രസംഗങ്ങൾ കിടപ്പുണ്ട്. സമയമുള്ളപ്പോഴൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള സമയമുള്ളപ്പോൾ അതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. നമുക്ക് ഒരിക്കലും ഇല്ലാത്തതുപോലെ നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് എല്ലാം കേൾക്കുവാനുള്ള അവസരങ്ങൾ ദൈവമാണ് ഇതെല്ലാം ഒരുക്കി തന്നിരിക്കുന്നത്. ആയതുകൊണ്ട് നമ്മുടെ സമയം വളരെ തക്കത്തിൽ ഉപയോഗിക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വലിയ ദാസി ഇന്ന് നാളെയുമായി നമ്മോട് സംസാരിക്കും. ലിലിക്കുട്ടി ശാമൽ നമ്മോട് സംസാരിക്കും. നമുക്ക് അതിന് മുമ്പായിട്ട് കുഞ്ഞൂസ് മുന്നോട്ട് വന്നൊരു പാട്ടുപാടിയും അനുഗ്രഹീതമായ നല്ല
അവസരത്തിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. നമുക്കൊന്നിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് രാത്രി നമ്മെ കൂട്ടിവരുത്തി അവിടുത്തെ സ്നേഹത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ക്രിസ്തീയ ശുശ്രൂഷകളെന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രം നിന്നൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യം. നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം സംസാരിക്കുമ്പോഴും പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുമ്പോഴാണ് ആമേൻ അവൻ്റെ നാമത്തിൻ്റെ മഹിമ ദേശത്ത് വെളിപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ സംബന്ധിച്ചിപ്പം ചെയ്യുന്നവർ തന്നെ ചെയ്യട്ടെന്ന ആ ചിന്തകളൊക്കെ നമുക്ക് മാറ്റുന്നത് നന്നായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒരു ചിരിക്കുന്ന മുഖത്തോടെ, സന്തോഷമുള്ള മുഖത്തോടെ, ഒരു വല്ലതും പ്രാപിക്കാനുള്ള ഉത്സാഹത്തോടെ ദൈവത്തിന് സ്തോത്രം. കാലം ഇനി അധികമൊന്നുമില്ല. നമുക്കിങ്ങനെ എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും കേട്ടോണ്ടിരിക്കാമെന്നൊന്നും വിചാരിക്കോണ്ട. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല, ദൈവത്തിന്റെ വചനത്തെ കുറിച്ചുള്ള വിശപ്പും ദാഹവും നമുക്ക് വരാൻ തുടങ്ങുന്നേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഒരു ദൈവവൈതലിനെ കാണാൻ ഒരു ദൈവത്തിന്റെ വൈതലിനെ കാണാൻ കൊതിക്കുന്ന കാലം വരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ കൂട്ടായ്മയോടെ വന്നിരുന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ, നമുക്ക് പിറകോട്ട് നോക്കാനില്ല. ഒന്നിച്ച് ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. വളരെ ശക്തിയോടെ, വളരെ ബലത്തോടെ കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി കേൾക്കുന്ന വചനത്തിന്റെ ശക്തി നമ്മളിൽ തന്നെ വെളിപ്പെട്ട് അത് രോഗശാന്തിയായി, അത് സമാധാനമായി, അത് വിടുതലായി, ഹല്ലേലൂയ, അത് എൻകറേജായി, ഹല്ലേലൂയ, നമ്മളിൽ വ്യാപരിക്കുവാനായിട്ടിടയായി തീരണം. കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ കടന്നു വന്ന ദൈവമക്കൾ എല്ലാവർക്കും യേശുവിന്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ ഞാൻ വന്ദനം പറയുന്നു. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ 37 വർഷമായി കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിപ്പാൻ കർത്താവിനെ തിരഞ്ഞെടുത്തു. അത് ഞാൻ കർത്താവ് തന്ന കൃപയ്ക്കനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ ദാസനെ കുറിച്ച് പറഞ്ഞല്ലോ, ഒരു സാമുദായിക ചുറ്റുപാടിൽ നിന്ന് കർത്താവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെടുകയും കർത്താവിന്റെ കൃപയിൽ ഇന്നയോളം പൊതിഞ്ഞ് കർത്താവ് സൂക്ഷിക്കുന്ന അവിടുത്തെ വലിയ വിശ്വസ്തതയെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. ദൈവത്തിന്റെ മക്കളെ, ഞാൻ എന്നെ വെളിപ്പെടുത്താനല്ല വന്നത്, യേശുവിനെ വെളിപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരു സാക്ഷ്യമൊക്കെ പറയാനുണ്ട് അല്ലേ? നമുക്കെല്ലാവർക്കും കർത്താവ് തിരഞ്ഞെടുത്തത്, കർത്താവ് നടത്തുന്നത്, ഇതൊക്കെ നമുക്ക് പറയാനുണ്ട്. ആ തിരഞ്ഞെടുപ്പിനെ ഓർത്ത് നമ്മൾ ആരാധിച്ചങ്ങ് ക്ഷീണിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിലല്ല. വീണ്ടും വീണ്ടും തീമോഥെയോസിനോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എന്റെ കൈവെപ്പിനാൽ നിന്നിൽ ലഭിച്ച കൃപാവരം. തമിഴിൽ വായിക്കുന്നത് അതിങ്ങനെ ഒരു പേപ്പർ കൊണ്ട് വീശുമ്പോ ആ മേളിലുള്ള ചാരം മാറി അത് ജ്വലിച്ചു വരുന്നത് പോലെ നമ്മുടെ അകത്ത് ദൈവം വെച്ചിരിക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട് ദൈവമക്കളെ. പലപ്പോഴും നമുക്കത് അറിയത്തില്ല. ദൈവത്തിന്റെ സ്തോത്രം. നമ്മൾ പലപ്പോഴും നമ്മൾ തന്നെ ബലഹീനരായിരിക്കുക. ഞാൻ സാധാരണ പറയാറുണ്ട്, ആനയ്ക്ക് അതിന്റെ ബലം അറിയത്തില്ല, അതിന് വല്ലപ്പോഴുമേ സുബോധം വരാറുള്ളൂ. അന്ന് അതിനെ നയിക്കുന്നതിന്റെ അവസാനമാണ്. അതിന് നമ്മളെല്ലാരും കൂടെ പറയാം, ആനയ്ക്ക് ഭ്രാന്ത് വന്നു. ഞാൻ പറയുന്ന ആനയ്ക്ക് ഭ്രാന്തല്ല വരുന്നത്, ആനയ്ക്ക് അന്നേരമാണ് സുബോധം വരുന്നത്. അന്നേരം മനസ്സിലാകുന്ന, എടാ ഇത് കൊള്ളാമല്ലോ, എന്നെ ഇരിയാനേ നടയാനേ എടുക്കാനേ വലത്താനേ എന്നും പറഞ്ഞ് ഒരുത്തൻ ഇങ്ങനെ ഒരു ചുള്ളിക്കമ്പും കൊണ്ട് എന്നെ കൊണ്ട് നടക്കുകയാ. എന്നാ ഇന്ന് ഏറ്റു കാര്യമെന്നാ. നാം നമ്മുടെ ബലം തിരിച്ചറിഞ്ഞാൽ, നാം നമ്മുടെ ശക്തി തിരിച്ചറിഞ്ഞാൽ, നാം ഈ ഭയപ്പെടുന്നതൊന്നും നമ്മുടെ പുറകെ വരികയില്ല. നാം നമ്മുടെ ബലം തിരിച്ചറിയണം. ഹല്ലേലൂയ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, അവന്റെ ആത്മാവിനെ. ഹല്ലേലൂയ. ഭൂമിയെ ജയിച്ച, ഭൂലോകത്തെ ജയിച്ച, മരണത്തെ ജയിച്ച, പാതാളത്തെ ജയിച്ച ഒരുവന്റെ ആത്മാവിനെ അവൻ നമ്മുടെ മേൽ പകർന്നു തന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കും ദൈവത്തിന്റെ പൈതലെ, നമ്മുടെ ആത്മമണ്ഡലം ഒന്ന് വിടിവിക്കപ്പെട്ടിരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവജനത്തിൽ സന്തോഷിക്കാൻ നമുക്ക് കഴിയണം. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒരു വാക്യം വായിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ
16 വാക്യത്തിന്റെ അവസാന ഭാഗം. എബ്രായ ലേഖനം 11:16 വാക്യത്തിന്റെ അവസാന ഭാഗം. ദൈവം അവിടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നു. അത്ര മതി നമുക്ക്. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. എബ്രായ ലേഖന കർത്താവ് വിശ്വാസത്തിൽ ക്ഷീണിച്ചിരിക്കുന്ന, മുന്നോട്ട് സ്റ്റെപ്പുകൾ വെക്കാൻ കഴിയാതെ നിൽക്കുന്ന എബ്രായ വിശ്വാസികളോട് പൗലോസ് അപ്പോസ്തലൻ തങ്ങളെ പോലെ തന്നെ കഷ്ടമനുഭവിച്ച പിതാക്കന്മാർ ക്രൈസിസുകളെ അതിജീവിച്ച് ദൈവത്തിനു വേണ്ടി വീറോടെ നിന്ന ചരിത്രം ഓർപ്പിച്ചുകൊണ്ട് അവരോട് പറയുകയാണ്, വിശ്വസ്തയോടെ നിന്നാൽ, ഓവർകമേഴ്സായി നിന്നാൽ, ആമേൻ ആമേൻ, നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ ഒരു വലിയ സമ്പത്തെന്നല്ല, സ്വർഗത്തിൽ നിങ്ങൾക്കൊരു നഗരം ഒരുക്കി. യേശു കർത്താവ് ക്രൂശീകരിക്കപ്പെടുവാൻ സമയമായപ്പോൾ തന്റെ അരുമ ശിഷ്യന്മാരെ അരികിൽ വിളിച്ചിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ദൈവത്തിൽ വിശ്വസിപ്പി, എന്നിലും വിശ്വസിപ്പി. ഞാൻ എൻ്റെ പിതാവിന്റെ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ വരും, നിങ്ങളെ കൊണ്ടുപോകും, ഞാൻ ഇരിക്കുന്നിടത്തിരുത്തും. ഭൂമിയിൽ അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വെക്കണമെന്നറിയാതെ പ്രയാസപ്പെട്ടു നിൽക്കുന്ന ആ ശിഷ്യന്മാരോട് ഭൂമിയിലെ ഒരു കാര്യവും പറഞ്ഞല്ല കർത്താവ് ആശ്വസിപ്പിച്ചത്. ഹൃദയം കലങ്ങി, മനസ്സ് ഭാരപ്പെട്ട്, അവരുടെ പ്രതീക്ഷകൾ അസ്തമിച്ച് ഇനി എന്താകുമെന്ന് ഓർത്തു നിൽക്കുമ്പോൾ സ്വർഗീയ പിതാവ് ആമേൻ പറയുക, സ്വർഗത്തിൽ നിങ്ങൾക്കൊരു വാസസ്ഥലം ഞാൻ ഒരുക്കാൻ പോകുകയാണ്. ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലുള്ളതെല്ലാം താൽക്കാലികം, സ്വർഗീയമാണ് ഉന്നതമായിട്ടുള്ളത്, അതാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്, അതാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കും ദൈവത്തിന്റെ പൈതലെ, സ്വർഗീയമായ കാര്യങ്ങൾ ചിന്തിച്ച് നമുക്ക് എത്രത്തോളം ആത്മാവിൽ ബലപ്പെടാൻ കഴിയുന്നു. നമ്മൾ വളരെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ, നിങ്ങളിൽ പലരും അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഞാൻ വളരെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് പറയുക, സ്വർഗത്തിൽ വീടുണ്ട് കേട്ടോ, അതുകൊണ്ട് വിഷമിക്കണ്ട, ഞാൻ സ്വർഗത്തിൽ കർത്താവ് വീട് പണിഞ്ഞു. നമ്മളന്ന് എന്തോയി ശാസിച്ച് പലിശിച്ച് ദൂരമാണ്. സ്വർഗത്തിലെ കാര്യം, ഭൂമിയിൽ അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാ വെക്കേണ്ടിയെന്ന് പറയാം. ഭൂമിയിൽ ഇവിടെ എങ്ങനെയാ ജീവിക്കേണ്ടിയെന്ന് പറയാം. ഹൃദയം കലങ്ങിയിരിക്കുമ്പോ സ്വർഗത്തിൽ വീടുണ്ടെങ്കിൽ എനിക്കെന്നായതോ? ഇതാണ് വ്യത്യാസം. ഭൂമിയിലുള്ളതൊന്നും കർത്താവിന് പറയാനില്ല. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ചിലയിടത്തു നിന്നെല്ലാം ഈ കുറ്റിയൊന്ന് ഊരി, ചിലയിടത്തു നിന്നെല്ലാം വേരൊന്ന് പറിച്ച്, അവിടെവിടങ്ങളിൽ ഈ വേര് പറയുന്ന ശബ്ദം നമുക്ക് കേൾക്കാം. കാത്തിരിക്കുന്ന വിശുദ്ധന്മാർ ഭൂമിയിലേക്ക് വേരിറക്കിയതെല്ലാം പറിച്ചെടുത്ത് അവർ ഉയരത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. എബ്രായ ലേഖനത്തിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. എബ്രായ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ വിശ്വാസികളോട് പറയുക, നിങ്ങൾ ഇങ്ങനെ തലകുനിഞ്ച് വിശ്വാസത്തിൽ ക്ഷീണിച്ച് തളർന്നിങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല. അതിന്റെ ഓരോ അധ്യായങ്ങളും നോക്കുക. 13 അധ്യായങ്ങൾ അടങ്ങുന്ന ഒരു പുസ്തകമായ എബ്രായ ലേഖനം. 1-2 അധ്യായങ്ങൾ യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ എന്ന് പറയുകയാണ്. യേശു ക്രിസ്തുവിനെ ഒരിക്കൽ അവർ ഇവിടെ പാടിയല്ലോ, യാത്ര ചെയ്യും ഞാൻ, യുദ്ധം ചെയ്യും ഞാൻ. നമ്മൾ ഇതുപോലെ പാടി ഇറങ്ങിയതാ അല്ലേ? പക്ഷെ ഇപ്പൊ വായിൽ പാട്ടുണ്ടോ? കയ്യിൽ ചിഞ്ചിലുണ്ടോ? അലറി വൃക്ഷത്തിന്മേലൊക്കെ തൂക്കിയിട്ടേച്ച് വന്യദേശത്ത് ഞാൻ പാടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിരിക്കുക. ഇത് പറയാനാന്നോ ഇങ്ങോട്ട് എഴുന്നള്ളി എന്നായിരിക്കും അല്ലേ? ഞങ്ങൾ ആവശ്യത്തിന് പാടുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യത്തിന് പാടിയാലൊക്കത്തില്ല, മറ്റൊരാൾക്ക് വേണ്ടി കൂടെ പാടണം. നിങ്ങളുടെ ആവശ്യത്തിന് പാടിയാലൊക്കത്തില്ല, എന്റെ ആവശ്യത്തിന് പാടിയാലൊക്കത്തില്ല. നീ പാടിയാൽ അടുത്ത്
അടുത്തിരിക്കുന്നവരുടെ ജീവിക്കപ്പെടുവാനിടയാണ്. അടുത്തിരിക്കുന്നവരുടെ ദൈവകൃപ പ്രാപിക്കാൻ. യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. യേശു ക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠനാണ്. 3-ാം അധ്യായത്തിൽ മോശയേക്കാൾ ശ്രേഷ്ഠൻ, 4-ാം അധ്യായത്തിൽ യോശുവയേക്കാൾ ശ്രേഷ്ഠൻ, 5 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ മഹാപുരോഹിതനായ അഹരോനേക്കാൾ ശ്രേഷ്ഠൻ. 11-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ വിശ്വാസികളോട് പറയുക, വിശ്വാസം എന്നതോ എന്തോ ഈ ആശിക്കുന്നത്. അതിന് ഉത്തരം പറയുന്നവർക്ക് ഇന്ന് $2 തരും. എൻ്റെ ഉണ്ട് $2 കേട്ടോ. പറഞ്ഞേ, ഈ വാക്യം കാണാതെ പഠിച്ചുകൊണ്ടിരുന്ന കാര്യം നടക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. എന്താ നമ്മൾ ആശിക്കുന്നത്? ആശിക്കുന്നതിന്റെ ഉറപ്പ് അതെന്താന്ന് ഞാൻ ചോദിച്ചോളൂ. അത് പിന്നെ തേജസ്കരണത്തിന്റെ ഉറപ്പ്. എന്താ ഞാൻ ആശിക്കുന്നത്? എന്താ ഞാൻ ആശിക്കുന്നത്? വിശ്വാസം എന്നതോ തേജസ്കരണത്തിന്റെ ഉറപ്പും സ്വർഗത്തിൽ ഇതുവരെ കാണാത്തതിനെ കുറിച്ചുള്ള ഒരു നിശ്ചയവുമാകുന്നു. തേജസ്കരണത്തിന്റെ ഉറപ്പുള്ള ദൈവവേദനയെ നീ ഒരു സ്തോത്രം പറഞ്ഞാൽ 3000 കിലോ വേണം. സ്തോത്രമെന്ന അധരയാഗം കോട്ടുവ വിടുമ്പോഴുള്ള ആമീനും ഉറക്കം വരാതിരിക്കാനുള്ള സ്തോത്രമെല്ലാം നിർത്തിക്കണം. ഉത്സാഹത്തോടെ ദൈവകൃപയോടെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, അവന്റെ നാമത്തിന് തക്ക മഹത്വം. ഹല്ലേലൂയ. നിന്റെ ദൈവമായ കർത്താവിനെ ഉല്ലാസത്തോടും നല്ല ഹൃദയപരമാർത്ഥതയോടും ഉത്സാഹത്തോടും നല്ല ഹൃദയപരമാർത്ഥതയോടും ശ്രദ്ധിച്ച് സേവിക്കായിക കൊണ്ട് ഞാൻ നിങ്ങളെ അടിമദേശത്തേക്ക് അയക്കും. അവർ നിങ്ങളുടെ ചുമലിൽ ഇരുമ്പും നുകം വെക്കും. ഉത്സാഹത്തോടെ ദൈവകൃപയോടെ പരമാർത്ഥതയോടെ ഹൃദയ സന്തോഷത്തോടെ നല്ല ഹൃദയ സന്തോഷത്തോടെ വാക്യമാണ് ഞാൻ പറയുന്നത്. വാക്യം 28-ാം അധ്യായം 49-ാം വാക്യമാണെന്ന് എനിക്ക് തോന്നുന്നു. 48-ഓ 49-ഓ. ദൈവത്തിന് സ്തോത്രം. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, അല്ലല്ല ഞാൻ പറഞ്ഞ വാക്യം പറ, ഹൃദയപരമാർത്ഥതയോടെ ഉന്മേഷത്തോടെ. നിക്ക് മക്കളെ കോട്ടുവ വിട്ടോണ്ട് ഒരു ആമീൻ ഇവിടെ കേട്ടേക്ക്. ഉന്മേഷത്തോടെ ദൈവത്തെ ആരാധിക്കാനിരിക്കുമ്പോ ഞണഞ്ഞും പറഞ്ഞു ഒന്നും അല്ല ഇരിക്കേണ്ടത്. ഇന്ന് രാത്രി അവൻ വില കൊടുത്തത് സ്വന്തം പ്രാണനെ പോലും വെറുവിലയായി കൊടുത്ത വിലയ്ക്ക് വാങ്ങിയെങ്കിൽ യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ വെറുതെ എന്തിനാ സാത്താനെ പഴിവെക്കുന്നത്? ഇരുന്നാ ഉടനെ ഭത്സനം ഉറങ്ങിയേച്ച്, നുണ പറഞ്ഞേച്ച്, വേണ്ടാത്തത് ചെയ്തേച്ച്, സാത്താനെ ഭത്സിച്ചുകൊണ്ട് കഥയില്ല. നിന്റെ ദൈവമായ കർത്താവിനെ ഉന്മേഷത്തോടെ ഹൃദയപരമാർത്ഥതയോടെ ഉത്സാഹത്തോടെ സേവിക്കായിക കൊണ്ട് ശത്രുക്കളെ നീ സേവിക്കേണ്ടി വരും. അങ്ങനെ പോയ 70 കൊല്ലം ബാബിലോണിലോട്ട് പോയി. ദൈവത്തിന് സ്തോത്രം. തിരിച്ചു വന്നപ്പോ യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം അവരെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ജനത്തെ ആശ്വസിപ്പിപ്പി,
എന്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ. ഹല്ലേലൂയ. ദൈവം ആരാന്ന് പോലും മറന്നുപോയി. ദൈവമക്കളെ, നമ്മുടെ ഉദാസീനത ബന്ധനമാ, നമ്മുടെ ഹൃദയ സന്തോഷമില്ലായ്മ ബന്ധനമാ. ഹല്ലേലൂയ. ഉത്സാഹത്തോടെ ദൈവകൃപയോടെ ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, വചനം വായിക്കുവാൻ. ടിവിയുടെ മുമ്പിലൊക്കെ എത്ര മണിക്കൂർ ഇരിക്കുമെന്നറിയാം? മണിക്കൂർ കണക്കിന് നമ്മളൊക്കെ ഇരിക്കും. ഞാൻ ഇവിടുത്തെ കാര്യമല്ല, കേരളത്തിലെ കാര്യമായി പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ക്ലിയറാ. അങ്ങ് പിന്നെ ദൈവത്തെ അങ്ങ് സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാൽ മതി. ദൈവത്തിന്റെ സ്തോത്രം. എത്ര മണിക്കൂർ വേണം? വേദോത്സവം കയ്യിലെടുക്കുമ്പോ ഞാൻ പറഞ്ഞില്ലല്ലോ, അനുഭവം പറഞ്ഞല്ലോ. അപ്പൊ നോക്ക്, ഇതെന്താ ബന്ധനം? ഞങ്ങളുടെയൊക്കെ നാട്ടില് ഇപ്പൊ അങ്ങ് കേരളത്തില് ഒരു 5 മണി കഴിഞ്ഞ് ഒറ്റ വീട് സന്ദർശനം ഒക്കത്തില്ല. എല്ലാം സീരിയലിന്റെ മുമ്പിലാണ്. രാത്രി 10:30 വരെ ചെല്ലുന്നത് സന്തോഷക്കുറവാ. ആരുടെ കാര്യമാണ് പറയുന്നത്? അതാ സഹിക്കാൻ വയ്യാത്ത. നമ്മുടെ ദൈവമായ കർത്താവിനെ വളരെ ഉത്സാഹത്തോടെ, വളരെ ഹൃദയ സന്തോഷത്തോടെ ആമേൻ സേവിക്കായിക കൊണ്ട് ഇരുമ്പ് നുകം നമ്മുടെ മേൽ വരാതിരിക്കേണ്ടതിന് ഉദാസീനതയുടെ ആത്മാവ് മാറട്ടെ. ഹല്ലേലൂയ. ഉത്സാഹത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ വരട്ടെ. ഹല്ലേലൂയ. ശാപങ്ങൾ വരാതെ, കെടുതികൾ വരാതെ നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ദൈവത്തിന് സ്തോത്രം. മോശയേക്കാൾ വലിയവൻ, 4-ാം അധ്യായം യോശുവയേക്കാൾ വലിയവൻ, 5-ാം അധ്യായം മുതൽ 10 വരെ ഹല്ലേലൂയ അഹരോനേക്കാൾ വലിയവൻ. നമ്മുടെ ഹൃദയത്തിനകത്ത് മോശയേക്കാൾ വലിയവൻ വരട്ടെ, അഹരോനേക്കാൾ വലിയവൻ വരട്ടെ, യോശുവയേക്കാൾ വലിയവൻ വരട്ടെ, ദൂതന്മാരെക്കാൾ വലിയവന്റെ സാന്നിധ്യം നമ്മുടെ അകത്ത് വെളിപ്പെടട്ടെ. നാം ആരാധിക്കുന്നവൻ ആരോ? തേജസ്കരണത്തിന്റെ ഉറപ്പുള്ള ദൈവവൈതലേ, തേജസ്കരണം തന്നെ 2 വിധമാ. അവൻ നമ്മെ തേജസ്കരിച്ചു വിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചു വിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അകത്തൊരു തേജസ്കരണം പ്രാപിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. തേജസ്സിൽ ആരാധിക്കുവാൻ, തേജസ്സിൽ ശുശ്രൂഷിക്കുവാൻ, തേജസ്സിന്റെ അനുഭവം ജീവിക്കുവാൻ, തേജസ്സിനെ റിഫ്ലക്ട് ചെയ്യുവാൻ ഇനി നടക്കാനിരിക്കുന്ന തേജസ്, ഈ തേജസ്കരണത്തിന്റെ ആഴം നമ്മളിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ റോമാലേഖനം 8:18 പറയുക, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, വെളിപ്പെടുവാനുള്ള തേജസ്, വെളിപ്പെട്ട തേജസ്. Praise the Lord, praise the Lord, praise the Lord. Hallelujah. തേജസ്കരണത്തിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. വിശ്വാസം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ലോകത്തിലേക്ക് എനിക്ക് കയറുവാൻ ദൈവം എന്നിൽ പകർന്ന ദാനമാണ് വിശ്വാസം. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല. ചില പുള്ളികളൊക്കെ പറഞ്ഞു വിടില്ല, വിശ്വസിക്കും വിശ്വസിക്കും, ഇതെന്നെ ബോണ്ടായിരുന്നു. വിശ്വസിക്കും വിശ്വസിക്കും എന്ന് പറഞ്ഞാൽ ഇത് കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു, പിന്നെയും ചങ്കരൻ അവിടെ തന്നെ. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല. കർത്താവേ ഞങ്ങളുടെ വിശ്വാസം, നമ്മൾ ഏറ്റുപറഞ്ഞ ഒരു വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞപ്പോൾ നമ്മളിൽ നടന്ന ഒരു വിടുതലുണ്ട് ദൈവത്തിന്റെ പൈതലേ. ഹല്ലേലൂയ. ആത്മലോകത്തിൽ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു, എന്റെ ഈ പൈതൽ ഇന്നു മുതൽ നീതിമാന്റെ ലിസ്റ്റിലേക്ക് വന്നിരിക്കുന്നു. പാപി എന്നുള്ള ലിസ്റ്റ് മാറ്റി നീതിമാൻ എന്ന ലിസ്റ്റിലേക്ക് വന്നിരിക്കുന്നു. ഹല്ലേലൂയ. വിശ്വാസം കൊണ്ട്, ദൈവം കൊടുത്ത വിശ്വാസം കൊണ്ട്, സ്തോത്രം, തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കൾ കടന്നുപോയ പ്രതിസന്ധികളുടെ നടുവിലും ഓവർകമേഴ്സായി പുറത്തു വന്നവരുടെ ലിസ്റ്റാണ് 11-ാം അധ്യായത്തിൽ. നമ്മളെ പോലെ അബ്രഹാമും പോയിട്ടുണ്ട്.
ഹാനോക്ക് പോയിട്ടുണ്ട്, മോശ പോയിട്ടുണ്ട്, ഇബ്താഹ് പോയിട്ടുണ്ട്, ശമൂവേൽ പോയിട്ടുണ്ട്, പ്രവാചകന്മാർ പോയിട്ടുണ്ട്. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തി. അതിന്റെ താഴെ ഒരു കൊച്ചു വാക്യം എഴുതിയിട്ടുണ്ട്, വിശ്വാസത്താൽ അവർ ഉഴന്ന് വലഞ്ഞു, പാറകളിലും ഗുഹരങ്ങളിലും അവർ പാർത്തു. ആ വാക്യം കൂടെ ചേർത്ത് പഠിക്കുമ്പോ ഹല്ലേലൂയ, ഇതിനകത്തൂടൊക്കെ കടന്നു പോകാനുമുള്ള ഒരു വിശ്വാസം, അതിജീവിക്കുന്ന വിശ്വാസം മാത്രമല്ല, അത്ഭുതം കാണിക്കുന്ന വിശ്വാസം മാത്രമല്ല, ഹല്ലേലൂയ, വിശ്വാസത്താൽ അവർ ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു. ഉദ്ധാരണം കൂടാതെ ഭേദ്യമേറ്റു. ആഴിമുക്കി കളയാതെ, അഗ്നി ദഹിപ്പിച്ചു കളയാതെ നമ്മെ നിലനിർത്തുന്നത് ദൈവം പകർന്ന വിശ്വാസമാണ്. ദൈവത്തിന് നമുക്കൊരു പ്രശംസയുണ്ട്, ഞാൻ 21 ഇരുന്നു, ഞാൻ 3 ഇരുന്നു, ഈ ഞാനല്ല എന്ന് ചാകുന്നോ അന്നേ ശരിയാവും. ഒത്തിരി ഞാൻ നമ്മൾ ഉപവസിച്ചുകൊണ്ടൊന്നുമല്ല. ഇതൊക്കെ പറയാൻ പോയാ നിങ്ങളുടെ ഒരു ഇരിപ്പ് കണ്ടിട്ട് സാധാരണ ബാംഗ്ലൂരിൽ നിന്നായി വേണ്ടാത്ത കൂട്ടുകൃഷിയുടെ കൊച്ചുവിത്തെല്ലാമായിട്ട് ഇങ്ങോട്ട് വരുന്നത്. എൻ്റെ കയ്യിൽ ഇതൊന്നുമില്ല, എൻ്റെ നല്ല IR-ന്റെ വിത്ത് മാത്രമേ ഉള്ളൂ. ഒരു കൂട്ടുകച്ചവടത്തിന് ഞാനില്ല. ഉണ്ടെങ്കിൽ ഈ 37 വർഷമായി ഇവിടെ വരെ എത്തുകയില്ല. അനേക കൂട്ടുകൃഷിക്കാരെ കണ്ടു, അവരൊക്കെ വിളിച്ചു, ഞാൻ പറഞ്ഞു നോ നോ നോ. ദൈവം ഗ്രഹിപ്പിച്ച ഒരു സത്യമുണ്ട്, ദൈവം പഠിപ്പിച്ച ഒരു സത്യമുണ്ട്. ഹല്ലേലൂയ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ അതിനകത്തൊന്ന് എഴുതുവാൻ നമുക്ക് പ്രമാണമില്ല. കാരണം അതിനകത്ത് സ്പേസ് ഇല്ലല്ലോ, അല്ലേ? കൽപ്പലകയെ കുറിച്ച് പറയുന്നത് ഇരുപുറവും എഴുത്തുണ്ടായിരുന്നെന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഇപ്പൊ ചില പുള്ളികൾ പറയാ 29 വെളിപ്പെട്ടുകൊണ്ടിരിക്കുക, ഞങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുക. അതിനെ പേടിയാണ്, അറിയാൻ വയ്യ. അപ്പോസ്തല പ്രവൃത്തി 29 ഞങ്ങൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നെന്ന്. അതിന്റെ കോലാഹലം വന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട്. ഈ വന്നുകൊണ്ടിരിക്കുന്നതിന്റെ കോലാഹലം വീടുകളിലും വെളിപ്പെടുന്നുണ്ട്. തമ്പുരാൻ പറഞ്ഞു, വേണ്ട, എഴുതണ്ട, ഞാൻ എഴുതിയിട്ടുണ്ട്, അതിനപ്പുറത്തോട്ട് നീ എഴുതണ്ട എന്ന്. എത്രയോ അനുഭവങ്ങൾ നമുക്കിന്ന് രാത്രി ഓർക്കാനുണ്ട്. ദൈവത്തിന്റെ പൈതലേ, അനുഭവിച്ച കഷ്ടങ്ങൾ, കടന്നു വന്ന അനുഭവങ്ങൾ, കടത്തിവിട്ട അനുഭവങ്ങൾ. ഹല്ലേലൂയ. യുറേനിയത്തെ പ്ലൂട്ടോണിയമാക്കി അതിനെ ന്യൂക്ലിയർ ബോംബാക്കി മാറ്റുവാൻ കഴിയുന്നവനാ കഴിഞ്ഞ നാളുകളിൽ കഷ്ടങ്ങളിലൂടെ കടത്തിവിട്ടത്. എന്തിനാ വിട്ടെന്ന് ചോദിച്ചു. അന്നേരം പാടി തകർക്കാനല്ല, മുടിക്കാനല്ല, സ്തോത്രം, പണിതെടുത്ത് നല്ല പൊന്നാക്കുവാനാണ് ഇതിനകത്തൂടെ കടത്തിവിട്ടത്. അബ്രഹാമും ഇസഹാക്കും ഹാബേൽ മുതൽ യോഹന്നാൻ സ്നാപകൻ വരെയുള്ള പഴയ നിയമ വിശുദ്ധന്മാരെല്ലാവരും ഈ വിധത്തിലുള്ള ക്രൈസിസിലൂടെ പോയവരാ. പക്ഷേ അനേകർ തോറ്റു പിന്മാറിയെടുത്ത് ഇവർ ചേർന്നു നിന്ന്, വിശ്വാസം കൊണ്ട് ചേർന്നു നിന്ന്, ദൈവത്തോട് ചേർന്നു നിന്ന് അതിനെയൊക്കെ അവർ അതിജീവിച്ച് പുറത്തു വരികയും മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ. ഇവിടെ ആരോട് ചോദിച്ചാലും ഒരു കാര്യം ചോദിക്കും, എനിക്ക് സ്വർഗത്തിൽ പോകണം. എനിക്ക് ചില പുള്ളികൾ പറയും സ്വർഗമൊക്കെ ഇവിടാണോ? ഇവിടെ ഒന്നുമല്ല, ചുമ്മാ വല്ല 10 പൈസ കയ്യിലുണ്ടെങ്കിൽ സ്വർഗമൊക്കെ ഇവിടാന്ന് ചുമ്മാതാന്നേ. പണക്കാരോടൊന്ന് ചോദിച്ചേ സ്വർഗം ഇവിടാന്നോന്ന്, അവര് പറയാം ഉറക്ക ഗുളികയില്ലെങ്കിൽ ഉറങ്ങാനേ പറ്റുന്നില്ല. അപ്പൊ സ്വർഗം ഇവിടെ അല്ല. 12 പേര് മേപ്പെട്ട് നോക്കി നിൽക്കുക, യേശു സ്വർഗാരോഹണം ചെയ്ത്. അപ്പൊ സ്വർഗം എവിടാ?
സ്വത്രം മേപ്പെട്ട് നോക്കി നിൽക്കുക. സ്വർഗാരോഹണം ചെയ്ത് ഹല്ലേലൂയ. ഭൂമിയുടെ ഇരുമ്പ്, ഭൂമിയുടെ കാന്തശക്തിയെ മുകളിലേക്ക് പോകുന്ന ഏതൊരു വസ്തുവിനെയും പിടിച്ചു ഭൂമിയിലേക്ക് താഴ്ത്തുന്ന ആകർഷണ വലയത്തെ ഭേദിച്ചുകൊണ്ട് നസ്രായൻ ഉയരത്തിലേക്ക് കയറിപ്പോയെങ്കിൽ ഇന്ന് രാത്രി നമ്മളിലും പകർന്നിരിക്കുന്നത് ഭൂമിയെ ഭേദിച്ച്, ലോകത്തെ ഭേദിച്ച്, പാപത്തെ വിട്ട്, ജഡത്തെ വിട്ട്, പിശാചിനെ വിട്ട്, ഈ ലോകത്തിന്റെ ദൈവത്തെ വിട്ട് വാനവിലേക്ക് കയറുവാനുള്ള ഈ ബലമൊക്കെ എക്സസൈസ് ചെയ്യണം. സ്തോത്രം. ആരും കാണാതെ വരയ്ക്കാതൊക്കെ നിന്നങ്ങ് ചാടണം. പൊങ്ങുമോ നോക്കണം, എത്ര ഹൈറ്റില്ലേ. ദൈവത്തിന് സ്തോത്രം. ആത്മാവിലൊന്ന് സന്തോഷിക്കുവാൻ, നമ്മുടെ ശരീരത്തിൽ അത് വിടുതലായി പരിണമിക്കുവാൻ ഹല്ലേലൂയ തീരട്ടെ ദൈവത്തിന്റെ പൈതൽ. മരണം രാത്രി മറ്റൊരു തോന്നുമില്ല. അവിടെ അധികം നേരം നിൽക്കത്തില്ല, നിങ്ങൾ പേടിക്കണ്ട. മരണം മാ പ്ലസ് രണം. മാ എന്ന് പറഞ്ഞാൽ തീർന്നു, രണമെന്ന് പറഞ്ഞാൽ യുദ്ധം. മരണം യുദ്ധം തീർന്നു, അതാ മരണം. എപ്പോഴാന്നറിയത്തില്ല, പുള്ളി വരും. എപ്പം വന്നാലും പോകാൻ റെഡിയാണ്. ഇല്ല നിൽക്ക പിള്ളേരെ കൂടെ കണ്ടോ വാ, അയ്യോ കല്യാണം ഒന്നും ഒക്കത്തില്ല, ഇങ്ങോട്ട് പോരെ. ഈ പുള്ളിയോട് എക്സ്ക്യൂസ് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ അങ്ങ് ചെല്ലാൻ ഒക്കത്തില്ലെന്നാ. വേറൊന്നായാലേ എവിടെ ചെല്ലുള്ളൂ. മനുഷ്യന് 3 ഭവനം. ഒന്ന്, ആദ്യത്തെ വീട്ടിൽ 9 മാസം 9 ദിവസം 9 നാഴിക. ഹല്ലേലൂയ. അത് കഴിയുമ്പോ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, ഒരിക്കലും കാണാത്ത ഒരു ഭൂമിയിലേക്ക് കരഞ്ഞോണ്ട് വരും. സ്തോത്രം. പിന്നെ ഇവിടുന്ന് പോകാൻ മനസ്സില്ല, ഇങ്ങോട്ട് വരാൻ മനസ്സില്ലെന്ന് പറഞ്ഞാ കരഞ്ഞത്. 70 ആയാലും 80 ആയാലും 100 ആയാലും 103 ആയാലും ഇവിടെ ഇരുന്നോണ്ട് സ്വർഗം കണ്ടെന്തോ ചെയ്യും. സ്വർഗത്തിൽ ഭയങ്കരമായ പരിപാടി ഉണ്ടെന്ന് പറയുമ്പോ ഇവിടെ ഇരുന്ന് തുള്ളും. നമ്മുടെ കാര്യമായി പറയുന്നു. എന്നാ അങ്ങോട്ട് പോകാം, അതൊക്കെ 21 ഞാനിരിക്കും, ഇപ്പൊ വരുന്നില്ല. ചേട്ടാ സ്വർഗത്തിൽ ഇത്രയും വലിയ സന്തോഷം ഉണ്ടെങ്കിൽ എന്നാ അങ്ങോട്ട് ചെന്ന് ഒന്നിച്ചങ്ങ് ആരാധിക്കാം. വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് പ്രാണപ്രിയനെ ഭൂമിയിൽ കണ്ട് ആരാധിക്കുവാൻ ബന്ധപ്പെടുന്ന ദൈവത്തിന്റെ പൈതലേ, ആരും എളുപ്പം പോണമെന്നല്ലേ അനി പറയുന്നത്. അവിടെ ചെന്ന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ഇവിടെ ജോലിയുള്ളത്. അതുകൊണ്ട് കുറച്ചുകൂടി ആരാധിച്ച് ശുശ്രൂഷയൊക്കെ ചെയ്ത് സുവിശേഷമൊക്കെ പറഞ്ഞിട്ട് പോയാൽ മതി. പക്ഷെ നമ്മുടെ അകത്തൊരു ദർശനമുണ്ടാകണം. എപ്പം വിളിച്ചാലും ഭൂമിയോടുള്ള അറ്റാച്ച്മെന്റ് അത്രേ ഉള്ളൂ. നിത്യായുസ്സുള്ള മനുഷ്യന് 969 കൊടുത്തിട്ടും ഗുണമൊന്നുമില്ല. സഭാപ്രസംഗി 3:11 നിത്യായുസ് മനുഷ്യന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നു, നിത്യതയും അവന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ നിത്യായുസ്സുള്ള മനുഷ്യൻ, ദൈവത്തിന്റെ ആയുസ് പ്രാപിച്ച മനുഷ്യൻ അടങ്ങി ഒതുങ്ങി ദൈവത്തോടു കൂടെ ചേർന്നിരിക്കണമെന്ന്, ദൈവത്തിനെ ആശ്രയിച്ച് ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു. എന്നാൽ മനുഷ്യന് ആയുസ് വർദ്ധിക്കും തോറും മെനയും കൂടി വരിക. അതുകൊണ്ട് തമ്പുരാൻ എന്തോ ചെയ്തെന്നറിയാമോ? ഒറ്റ കുറച്ചു 120 പോന്നു. 969 ഒറ്റ വെട്ട് 120 കൊടുത്തു നോക്കി എങ്ങനെ ഇരിക്കുമെന്ന്. ഗുണമൊന്നുമില്ല. പിന്നെയും വെട്ടി 80. ഭക്തനായ ദാവീദ് പറഞ്ഞു, ഇനിയും കൊടുക്കല്ലേ, എപ്പോഴാ കൊണ്ടുപോകുന്നതെന്ന് എന്നെ ഒന്ന് അറിയിക്കണേ, എൻ്റെ ആയുസ് എത്രയെന്ന് അറിയിക്കണമേ. ഗ്രേസ് പീരീഡുകളെല്ലാം ദൈവകൃപയിൽ സൂക്ഷിക്കപ്പെടുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ. നമുക്ക് 3 വീടുണ്ട്. രണ്ടാമത്തെ വീട് ഭൂമി, ആദ്യത്തെ വീട് ഗർഭപാത്രം, മൂന്നാമത്തെ വീട്
കൂടാരമാകുന്ന എന്റെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം എനിക്ക് സ്വർഗത്തിലുണ്ട്. 2 വീട്ടിൽ നിന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ച് 3ാമത്തെ വീട്ടിൽ ചെല്ലണം. അല്ല ശലോമോന്റെ കൂട്ട് മേപ്പോട്ട് പോകുമോ കീപ്പോട്ട് പോകുമോ ആർക്കറിയാമെന്നും ചോദിച്ചോണ്ട് നിൽക്കല്ലേ. ഉറപ്പ് വേണം. ഇവിടം വിട്ടാൽ എങ്ങോട്ട് പോകും? ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി അംഗീകരിച്ച് ആത്മനിറവിൽ വിശുദ്ധിയോടെ വേർപാടോടെ ജീവിക്കുന്ന ക്രിസ്തുവിൽ മരിച്ചാൽ, പെന്തിക്കോസിൽ മരിക്കുന്നവരുടെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്, ക്രിസ്തുവിൽ മരിച്ചാൽ ഈ സ്തോത്രമൊന്നും അല്ല ഞാൻ പ്രതീക്ഷിച്ചത്. ഇങ്ങനെ ആലോചിക്കുക, ക്രിസ്തുവിലാണോ പെന്തിക്കോസിലാണോ എവിടാണോ അല്ലേ? പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ മരിക്കുന്നവൻ ഉയർത്തെഴുന്നേൽക്കും. ദൈവത്തിന്റെ പൈതലേ, ഈ ടൈമിൽ ക്രിസ്തുവിലാണോ? പെന്തിക്കോസിലാണ് നമ്മൾ, പക്ഷെ ക്രിസ്തുവിലാണോ? അത് പഠിച്ചു നോക്കണം. ദൈവത്തിന് സ്തോത്രം. ഇനിയും അങ്ങനെ മാത്രമേ നമുക്ക് സ്വർഗത്തെ കുറിച്ചുള്ളതാണ് ഒരു ക്രിസ്ത്യാനിയുടെ പ്രത്യാശ എന്ന് പറയുന്നത്. ഈ മണ്ണിലുള്ള ക്ലേശമെല്ലാം മറക്കുന്നത് എപ്പോഴാ? സ്വർഗീയമാകുന്ന കാര്യം പറയുമ്പോ, യേശു വരുന്നെന്ന് കേൾക്കുമ്പോ ഒരുങ്ങിയില്ലേലും ഒരു പ്രത്യാശ നമുക്ക്. യേശു വരുന്നല്ലോ, പോമോ ഇല്ലയോ എന്നുള്ളതിന് ഉറപ്പില്ല, എന്നാലും ഒരു സന്തോഷം. എന്റെ പൊന്നു സഹോദരി, നിങ്ങൾ പോമോ? ഞാൻ പോകും. ദൈവത്തിന്റെ പൈതലേ, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ എന്റെ പ്രിയനോട് കൂടി ഇന്ന് രാത്രി വിശ്വാസമുള്ള, ഇന്ന് രാത്രി പ്രത്യാശയുള്ള ദൈവത്തിന്റെ പൈതലേ, നീ കരങ്ങളാൽ തട്ടി ദൈവത്തിൽ പ്രബോധിക്കുവാൻ എനിക്ക് ഭൂമിയിൽ ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. ഈ മണ്ണിൽ ജീവിക്കുമ്പോൾ ഓരോ ദൈവവൈതലിനും, യോഹന്നാൻ 17:4 ഞാൻ പറഞ്ഞത്, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ ഈ ഭൂമിയിൽ നിവർത്തിച്ചിരിക്കുന്നു. കോൺഫിഡൻസോടെ ഇവിടെ നിന്ന് യാത്ര പോകണം. ഹല്ലേലൂയ. എന്താണ് അവൻ ചെയ്യുവാൻ തന്ന പ്രവൃത്തി? അത് തികച്ച് ഓവർകമേഴ്സായി ഇവിടെ നിൽക്കുമ്പോൾ വിന്നേഴ്സായി നാം മാർഗപ്പെടുകയാണ്. ഭൂമിയിൽ നാം ഓവർകമേഴ്സായി മാറുമ്പോൾ എവിടെയാ തോറ്റത്? എവിടെയാ പതറുന്നത്? എവിടെയാ തളർച്ച? ഈ രാത്രി നമ്മുടെ ബലം കൊണ്ട്, നമ്മുടെ ശക്തി കൊണ്ട് ആത്മലോകത്തിൽ കെട്ടി നിൽക്കുവാൻ കഴിയുകയില്ല. അതിനെ അതിജീവിക്കാൻ കഴിയുകയില്ല. നീയും ഞാനും ദൈവത്തിൽ എത്രത്തോളം ആശ്രയിക്കുമോ, അത്രത്തോളം ആത്മാവിനെ അനുസരിച്ച് എത്രത്തോളം നിൽക്കുമോ, അത്രത്തോളം ആത്മബലം അവൻ നമ്മിൽ പകരുന്നവനാണ്. നമ്മുടെ കർത്താവ് വലിയവനാണ്. നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള ആ യേശു ക്രിസ്തു സകലത്തിനും മീതെയുള്ളവൻ. എബ്രായ വിശ്വാസികളോട് പറയുക, അവൻ വിശ്വാസത്തിന്റെ നായകനാ, അവനത് പൂർത്തീകരിക്കുന്നവനാ, അവൻ മഹാദൈവമാ, അവൻ നിത്യജീവനാ, അവൻ മനുഷ്യപുത്രനാ, അവൻ വചനമാ, അവൻ യഹൂദ ഗോത്രത്തിലെ സിംഹമായവനാ, അവൻ ശാരോനിലെ താമരയാണ്, അവൻ മുന്തിരിവള്ളിയാണ്, അവൻ അടിസ്ഥാന കല്ലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഉദയ നക്ഷത്രമാണ്. ഈ കർത്താവിനെ കുറിച്ച് തന്നെ ഇങ്ങനെ പറഞ്ഞാണ്ടല്ലോ നമുക്ക് എന്തോ ഒരു സന്തോഷമാണെന്നറിയാമോ? ഗിലിയാദിലെ പരമ വൈദ്യനാവൻ, വീണ്ടെടുപ്പുകാരനാവൻ, സഭയുടെ തലയാവൻ, നീതി സൂര്യനാവൻ. ഹല്ലേലൂയ. അവൻ ഉദ്ധാരകനാണ്, അവൻ വിടുവിക്കുന്നവനാ, അവൻ സ്ത്രീയുടെ സന്തതിയാ. ഓ ഹല്ലേലൂയ. അവൻ യഹൂദന്മാരുടെ രാജാവാ, അവൻ ദാസനാ, അവൻ മനുഷ്യപുത്രനാ, അവൻ ദൈവപുത്രനാ. ഹല്ലേലൂയ. അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, അവൻ നമ്മുടെ നീതീകരണം. എത്ര എണ്ണം വേണം? ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കും ദൈവവൈതലേ, നീ പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോ നിന്റെ കർത്താവിനെ ധ്യാനിക്കും. കർത്താവ് ആരാ?
കർത്താവ് ആരാ? സാധുവും കൃമിയും പുഴുവുമാന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ദൈവത്തിന് മഹത്വം കൊണ്ട്, പ്രതിസന്ധികളിൽ ദൈവത്തിന് മഹത്വം കൊണ്ട് അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി നിന്റെ ആത്മമണ്ഡലം ഉയർത്തി നിന്നെ പ്രാപ്തിപ്പെടുത്തി ആ ക്രൈസിസിനെ അതിജീവിക്കുവാനുള്ള ദൈവിക ബലം പകരുന്നവനാണ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നവനായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക, അവനെ ധ്യാനിക്കാം. നമുക്കിതിനൊന്നും നേരെയില്ല. അതിന് പ്രത്യേകം മുറി സ്ഥലമൊന്നും വേണമെന്നില്ല. പോകുന്ന പോക്കിൽ ഡ്രൈവ് ചെയ്യുന്നിടത്തും ജോലി ചെയ്യുന്നിടത്തും കർത്താവിനെ ധ്യാനിക്കാൻ സമയമില്ലേ? ദൈവത്തിന്റെ